ശരിക്കും ഈ ഒരു മോർണിംഗ് ടാസ്ക് കണ്ടപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. അനീഷ് അവിടെ ഒരു രീതിയിലുള്ള ക്യാമറ കോൺഷ്യസ്നെസ്സും ഇല്ലാതെയാണ് ജീവിക്കുന്നത് എന്ന് തെളിയിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇന്ന് രാവിലെ മോർണിംഗ് ടാസ്കിൽ നടന്നത്. ഇന്നെന്നല്ല, പലപ്പോഴും മോർണിംഗ് ടാസ്കിൽ ഇത് തന്നെയാണ് നടക്കുന്നത്. അനീഷ് ആദ്യം പോയി നിന്ന് സംസാരിക്കാൻ ഉത്സാഹം കാണിക്കുന്നു. അനീഷ് എന്തെങ്കിലും ഈ ആദ്യം പറയുന്നതിന്റെ ഭാഗമായിട്ട് വരുന്ന എന്തെങ്കിലും അബദ്ധം പറയുന്നു, തെറ്റ് പറയുന്നു, അനീഷിനെ തിരിച്ചു പോയി ഇരുത്തുന്നു. ബിഗ് ബോസും പലപ്പോഴും ആക്കി വിടാറുണ്ട്, അവിടെ പോയി ഇരിക്കുക അനീഷ്, ഇതല്ല, കറക്റ്റ് അല്ല, ഇങ്ങനെയല്ല ടാസ്ക് ചെയ്യേണ്ടത്, ഇതല്ല എന്നൊക്കെ പറഞ്ഞ് ബിഗ് ബോസ് ആക്കാറുണ്ട്. ഇത് അനീഷിന് ക്യാമറ കോൺഷ്യസ്നെസ് ഇല്ലാത്തത് കൊണ്ട് സംഭവിക്കുന്നതല്ലേ? അദ്ദേഹം ഒരു സാധാരണക്കാരനായതുകൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമായിട്ടല്ലേ ഇത് തോന്നുന്നത്? അല്ല, ഇങ്ങനെയല്ലേ ഇത് തോന്നേണ്ടത്? കാരണം ഇപ്പൊ ക്യാമറ കോൺഷ്യസ്നെസ് ഉള്ള ഒരാള് പരമാവധി അബദ്ധം പറയാതിരിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ അനീഷ് എല്ലാ ഫ്ലോസും, പുള്ളിയുടെ ഉള്ളിലുള്ള എല്ലാ ഫ്ലോസും തുറന്നു കാണിച്ചു തന്നെയല്ലേ അവിടെ നിൽക്കുന്നത്. അല്ലാതെ 100% പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുമൊന്നും അല്ലല്ലോ. അല്ലെ പിന്നെ ബിഗ് ബോസ് കാണാറേ ഇല്ല എന്ന് പറയുന്ന ഈ ഷാനവാസിനെ പോലെ ഏറ്റവും അവസാനം പോയി ടാസ്ക് ചെയ്യണം. അങ്ങനെ അവസാനം പോയി അനീഷ് ചെയ്യാറില്ല, ഏറ്റവും ആദ്യമാണ് പോയി ചെയ്യാറുള്ളത്. അത് ആദ്യം പോയി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് വീടായിട്ട് കാണുന്നത് കൊണ്ടാണ്. എന്ത് അബദ്ധം പറഞ്ഞാലും ഒരു കുഴപ്പവും ഇല്ല എന്നുള്ളൊരു തോന്നൽ ഉള്ളത് കൊണ്ടാണ് അനീഷ് ആദ്യം പോയി നിന്ന് ചെയ്യുന്നത്. ഇപ്പം കുറെ തവണയായിട്ട് അനീഷിനെ ബിഗ് ബോസ് ഇങ്ങനെ ആക്കുന്നുണ്ട്, ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇങ്ങനെയല്ല, ഈ രീതിയിലാണ് എന്ന് പറഞ്ഞ് കറക്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. എന്നിട്ടും വീണ്ടും വീണ്ടും പോയി ചെയ്യാനുള്ള ഈ ഒരു അഗ്നിവേശം അല്ലെങ്കിൽ ഈ ഒരു ആവേശം, ഇതിനെയാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. അത് ക്യാമറ ബോധമുള്ള ആരും അങ്ങനെ ചെയ്യത്തില്ല. ടാസ്ക് എന്താണെന്ന് 2-3 പേര് വന്നതെന്ന് പറഞ്ഞ് ചിന്തിക്കാനൊക്കെ സമയമെടുത്താണ് പറയുന്നത്. ഇവിടെ അനീഷ് ചെയ്യുന്നത് എന്താണ്? ഞാൻ ആദ്യം പോയി നിന്ന് പറയാം, അതിപ്പം അബദ്ധമാണെങ്കിലും എന്താണെങ്കിലും കുഴപ്പമില്ല, ഞാൻ ആദ്യം പോയി നിന്ന് പറയും. ആ ഒരു കോൺഫിഡൻസ് ആണ് എല്ലാവരും കാണിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. അത് ഇങ്ങനെ പറയാനുള്ള ഒരു പ്രവണത ശരിക്കും പറഞ്ഞ സൈക്കോളജിയിൽ ഇന്റലക്ച്വൽസ് ആയിട്ടുള്ള ആളുകൾക്ക് ഇങ്ങനെയുള്ള പ്രവണത ഉള്ളതാണ്. എല്ലാ കാര്യത്തിലും ആദ്യം തന്നെ പോയി ചാടിച്ചാടി നിൽക്കാനുള്ള ഈ ഒരു പ്രവണത ഉണ്ടാവാറുള്ളതാണ്. അത് അവരുടെ ആ ഒരു രീതിയാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഇപ്പം അനീഷിന്റെ ഒരു പാസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും, ബുദ്ധിജീവിയായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോ ചിന്തിക്കാൻ അധികം സമയമൊന്നും എനിക്ക് വേണ്ട എന്നുള്ള ആ ഒരു തോട്ടിൽ നിന്നും വരുന്നതാണ് ഇതൊക്കെ. അപ്പൊ അത് വിനയാവാറുണ്ട്. ഞാനത് ഓപ്പൺ ആയിട്ട് തന്നെ പറയുകയാണ്, അത് വിനയാവാറുണ്ട്. അത് ചില സമയത്തൊക്കെ ഭയങ്കര അബദ്ധമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. എന്ന് പറഞ്ഞാലും ഞാൻ ഇതിന്റെ വേറൊരു ആസ്പെക്റ്റിൽ, ഇപ്പോൾ സൈക്കോളജിക്ക് അത്യാവശ്യം ചെറിയ രീതിയിൽ അറിയാവുന്ന ഒരാളെന്ന നിലയ്ക്ക് ആലോചിച്ച് നോക്കിയപ്പോ മനസ്സിലായ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് അനീഷിനെ മാത്രമേ ബിഗ് ബോസ് എപ്പോഴും കുറ്റപ്പെടുത്താറുള്ളൂ. ഇങ്ങനെയല്ല ചെയ്യേണ്ടതെന്ന് അനീഷിന്റെ അടുത്ത് മാത്രമേ ബിഗ് ബോസ് പറയാറുള്ളൂ, വേറെ ആരുടെ അടുത്തും പറയാറില്ല. ഇപ്പൊ ഈ മോർണിംഗ് ടാസ്കിൽ പറഞ്ഞ ഈ ഒരു കാര്യം, ഇത് തെറ്റല്ല, അബദ്ധമല്ല അനീഷ് പറഞ്ഞത്. സത്യം പറഞ്ഞ നല്ല കൺസെപ്റ്റ് തന്നെയാണ് പറഞ്ഞത്. മൈക്ക് ബോഡിയുടെ ഒരു ഭാഗമായിട്ട് ബോഡിയിലേക്ക് ഘടിപ്പിച്ച് വെച്ച് അങ്ങനെ ഉള്ള ഒരു സിസ്റ്റം, അങ്ങനെയുള്ള ഒരു കാര്യം അനീഷ് ചെയ്തേനെ, അത് സൂപ്പർ പവർ കിട്ടിയാൽ അനീഷ് അങ്ങനെ ചെയ്തേനെ എന്നാണ് പറയുന്നത്. അപ്പൊ അത് ലക്ഷ്മി പറയുന്നുണ്ട്, ഇത് ചിപ്പായിട്ട് ബോഡിയുടെ ഉള്ളിലേക്ക് തന്നെ അത് കയറ്റാനായിട്ട് പറ്റുന്ന ആ രീതിയിൽ പറയായിരുന്നു കുഴപ്പമില്ലായിരുന്നാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു. ഉദ്ദേശിച്ച കൺസെപ്റ്റ് അതാണ്. അത് ബുദ്ധിയും വിവരവും ഉള്ളവർക്ക് അത് മനസ്സിലാവും, അത് മനസ്സിലാക്കി എടുക്കണം. അതുകൊണ്ടാണ് അങ്ങനെ ആ രീതിയിൽ തന്നെ പറഞ്ഞതും. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.